ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ മെഷർമെൻറ്റ് ഇൻ സയൻസ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് മെഷർമെൻറ്റ് ഇൻ സയൻസ്. അപ്പോൾ നമ്മൾ സാധാരണ സയൻസിൽ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സുകൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ വൺ വേർഡ് ചോദിക്കാം. കാരണം ഇപ്പോൾ എന്തിൻ്റെയൊക്കെ യൂണിറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ സിമ്പൽ അങ്ങനെയൊക്കെ വൺ വേർഡ്സ് ചോദിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് നമ്മൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് യൂണിറ്റ്? യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിറ്റ് ഈസ് എ മെഷർ, ഡിവൈസ് ഓർ എ സ്കെയിൽ ഇൻ ടേംസ് ഓഫ് വിച്ച് വി മേക്ക് ഫിസിക്കൽ മെഷർമെൻറ്റ്. നമുക്ക് ഒരു മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു സ്കെയിലാവാം, മറ്റേ സ്കെയിലല്ല, എന്തെങ്കിലും ഒരു അളവ് അല്ലെങ്കിൽ എന്താണ് ഒരു ഡിവൈസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ നമ്മൾ എപ്പോഴെപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ വെയ്റ്റിൻ്റെ യൂണിറ്റ്, മാസിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ കിലോഗ്രാം. അപ്പോൾ നമുക്ക് യൂണിറ്റ് എന്താണെന്ന് അറിയാം. അപ്പോൾ യൂണിറ്റ് എന്താണെന്നുള്ളത് ഒരു ഡെഫിനീഷനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എന്താണ്, യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു മെഷറാണ്, അല്ലെങ്കിൽ എന്താണ്, അതൊരു ഡിവൈസാണ്, അതല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു സ്കെയിലാണ്, ഒരളവാണ്. എന്തിനാണ്? നമുക്ക് ഫിസിക്കൽ മെഷർമെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മെഷറോ അല്ലെങ്കിൽ ഒരു ഡിവൈസോ അല്ലെങ്കിൽ ഒരു സ്കെയിലോ അതിന് നമുക്ക് എന്ത് പറയാം, ഒരു യൂണിറ്റ് എന്ന് പറയാം. ഇനി നമ്മൾ പണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്തൊക്കെ ലെങ്ത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റായിട്ട് എടുത്തിരുന്നത് പരമാണു ആണ്. അപ്പോൾ വൺ വേർഡ്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടെ ഏതാണെന്നുള്ളത്. അതേപോലെ അക്ബറിൻ്റെ കാലത്ത് ഗാസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉപയോഗിച്ചിരുന്നു. പിന്നെ നാഴിക, വിനാഴിക അങ്ങനത്തെ യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്ത് പരമാണു ആണ് ലെങ്ത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്. അതേപോലെ അക്ബറിൻ്റെ മുഗൾ എംപറർ അക്ബറിൻ്റെ കാലത്ത് ഗാസ് എന്ന് പറയുന്നൊരു യൂണിറ്റ് എടുത്തിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് വന്നു കഴിഞ്ഞാൽ ബേസ് യൂണിറ്റ് എന്ന് പറയാം. കാരണം അതിൽ നിന്നും പിന്നെ വേറെ സ്പ്ലിറ്റപ്പ് ആയിട്ട് അല്ലെങ്കിൽ അതിന് താഴേക്ക് വേറെ ഒന്നുമില്ല. അതാണ് എന്ത്, അടിസ്ഥാനപരമായിട്ടുള്ള ബേസ് ആയിട്ടുള്ള യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണുള്ളത്. ഇനി ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന യൂണിറ്റുകളാണ് എന്ത്, ഡിറൈവ്ഡ് യൂണിറ്റുകൾ. അതായത് ഡിറൈവ്ഡ് യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറൈവ്ഡ് ഫ്രം എവിടെ നിന്ന്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന യൂണിറ്റുകളാണ് ഡിറൈവ്ഡ് യൂണിറ്റുകൾ. ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് യൂണിറ്റാണ്, അടിസ്ഥാന യൂണിറ്റുകളാണ്. അതിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന, അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന യൂണിറ്റുകളാണ് എന്ത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പോൾ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് നമ്മൾ മസ്റ്റായിട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഏതൊക്കെയാണ് ആ യൂണിറ്റുകൾ, അതേപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെയാണ് ആ ക്വാണ്ടിറ്റീസ്, അതിൻ്റെ യൂണിറ്റും. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്. ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ആ അളവുകളാണ്, അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ മാസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, അതിനെയാണ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഈ ക്വാണ്ടിറ്റീസ് അളക്കുന്ന യൂണിറ്റാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ ആണെങ്കിലും ഡിറൈവ്ഡ് ആണെങ്കിലും നമുക്ക് 2 ടേം പറയാം, ക്വാണ്ടിറ്റീസും ഉണ്ട്, യൂണിറ്റ്സും ഉണ്ട്. ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ അളക്കാൻ പോകുന്നത്, ഇപ്പോൾ മാസാണോ അല്ലെങ്കിൽ എന്താണ്, ലെങ്ത് ആണോ ടെമ്പറേച്ചർ ആണോ, അതാണ് ക്വാണ്ടിറ്റി. അതിൻ്റെ യൂണിറ്റിനെയാണ് എന്ത് പറയണത്, ആ യൂണിറ്റ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ബേസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, അതിൻ്റെ യൂണിറ്റുകൾ ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ. ഇനി ബേസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് എന്ത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അതിൻ്റെ യൂണിറ്റുകൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽസ് യൂണിറ്റ് എന്ന് നോക്കാം. ഒന്നാമത്തത് മാസ്. അപ്പോൾ മാസാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നോക്കാം. അപ്പോൾ മാസാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പറയാനുള്ളത് 2 ടൈപ്പ് സിസ്റ്റംസ് ഉണ്ട് യൂണിറ്റിന്. ഒന്ന് CGS സിസ്റ്റം, പിന്നെ ഒന്ന് SI യൂണിറ്റ്. CGS സിസ്റ്റം. CGS സിസ്റ്റം എന്ന് പറയുമ്പോൾ മാസ്, അതുപോലെ തന്നെ ടൈം, ലെങ്ത്ത്, ഇതാണ് ബേസിക്കായിട്ട് എടുക്കുന്നത്. മാസ്, ടൈം, ലെങ്ത്ത്. അപ്പോൾ ലെങ്ത്തിൻ്റെ CGS സിസ്റ്റം എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. അപ്പോൾ ലെങ്ത്തിൻ്റെ സെൻറ്റിമീറ്ററും മാസിൻ്റെ ഗ്രാമും
ടൈമിൻ്റെ സെക്കൻഡും. ഈ യൂണിറ്റുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത്? CGS സിസ്റ്റം. ഇനി SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ SI യൂണിറ്റിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ടൈമിൻ്റെ സെക്കൻഡാണ്. ഇതാണ് SI യൂണിറ്റും CGS സിസ്റ്റം. രണ്ടും ഒന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ 2 യൂണിറ്റുകൾ. അപ്പോൾ CGS സിസ്റ്റത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എന്താണ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഇൻ CGS സിസ്റ്റം വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്ത്? എന്താണ്? സെൻറ്റിമീറ്റർ. അതിൽ തന്നെയുണ്ട് CGS എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. പിന്നെ ഇങ്ങനെ ചോദിക്കാം, എന്താണ് ഇൻ CGS സിസ്റ്റം വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എന്താണ്? മാസ്. അപ്പോൾ ഗ്രാം. SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊക്കെ മാറി, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ടൈം രണ്ടിലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് SI യൂണിറ്റിലുള്ളതാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇപ്പോൾ 7 എണ്ണമാണുള്ളത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്: മാസ്, ലെങ്ത്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറൻറ്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. അങ്ങനെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറൻറ്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതേപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റി. അങ്ങനെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിനൊക്കെ എന്താണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റുകളുണ്ട്. ബേസിക് യൂണിറ്റുകൾ 7 എണ്ണമാണുള്ളത്. അപ്പോൾ മാസിൻ്റെ ഏതാണ്? കിലോഗ്രാം. CGSലാണ് ഗ്രാം ഉള്ളത്. SI യൂണിറ്റിൽ എന്താണ്? കിലോഗ്രാം. ലെങ്ത്തിൻ്റെ മീറ്റർ. CGSലേതാ? സെൻറ്റിമീറ്റർ. ടൈം സെക്കൻഡ്. CGSലും സെക്കൻഡ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളതൊന്നും നോക്കണ്ട. പിന്നെയൊക്കെ SI യൂണിറ്റിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ടെമ്പറേച്ചറിൻ്റെ കെൽവിൻ. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ. അതേപോലെ ഇലക്ട്രിക് കറൻറ്റിൻ്റെ ആംപയർ. ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റ് ആംപയർ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ മോൾ. MOLE. മോളാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ കാൻഡല. കാൻഡല. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പുതിയ, അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഒക്കെ നമ്മൾ കേൾക്കാത്ത സംഭവങ്ങളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസിൽ എത്ര മോള് അടങ്ങിയിട്ടുണ്ട്. മോൾ എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അത് എത്ര മോള് ഉണ്ട്, അതിനെയാണ് എന്ത് പറയുക? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മോണോക്രോമാറ്റിക് എന്നാണ് പറയുക. ഒരു പെർട്ടിക്കുലർ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിനെയാണ് എന്ത് പറയുന്നത്? ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഡിനോട്ട് ചെയ്യുന്ന, ഇപ്പോൾ സെൻറ്റിമീറ്റർ നമ്മൾ CM എന്ന് എഴുതും അല്ലേ? സ്മോൾ ലെറ്റർ CM എന്ന് എഴുതും. മീറ്ററിനെ നമ്മൾ M, സ്മോൾ ലെറ്റർ M എന്നൊക്കെ എഴുതും. അപ്പോൾ ഓരോ യൂണിറ്റിനെയും ഡിനോട്ട് ചെയ്യുന്ന ഓരോ ലെറ്റേഴ്സ് ഉണ്ട്. അതും കൂടെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ മാസിൻ്റെ കിലോഗ്രാം ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? kg എന്ന് എഴുതും. ലെങ്ത്തിൻ്റെ മീറ്ററിനെ നമ്മൾ സ്മോൾ ലെറ്റർ M എന്ന് എഴുതും. ടൈമിനെ സെക്കൻഡ് നമ്മൾ സ്മോൾ ലെറ്റർ S എഴുതും. ടെമ്പറേച്ചർ കെൽവിൻ. കെൽവിൻ എന്നുള്ളത് ക്യാപിറ്റൽ K എഴുതും. ക്യാപിറ്റൽ K എഴുതും. ഇലക്ട്രിക് കറൻറ്റ് ആംപയർ. അപ്പോൾ അതിനെ ക്യാപിറ്റൽ A എന്നാണ് എഴുതുക. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളാണ്. MOLE ആണ്. പക്ഷേ അത് ഡിനോട്ട് ചെയ്യണത് MOL. ഇനി ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡലിയാണ്. അത് ഡിനോട്ട് ചെയ്യണത് സ്മോൾ ലെറ്റർ CD. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റും അതെങ്ങനെ ഡിനോട്ട് ചെയ്യാന്നുള്ളത്. അതേപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് സിസ്റ്റം നമ്മൾ കണ്ടു. CGS സിസ്റ്റം ഉണ്ട്, SI യൂണിറ്റ് ഉണ്ട്. CGS സിസ്റ്റത്തിൻ്റെ ബേസ് സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ടുള്ള രൂപമാണ്. ഇൻ്റർനാഷണൽ സിസ്റ്റമാണ്. അതെല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ 2 സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് 7 എണ്ണമാണ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും 7 എണ്ണമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റീസ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള യൂണിറ്റുകൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏരിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെ കാണുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ബ്രെഡ്ത്ത് ആണെങ്കിലും അതെന്ത് തന്നെയാണ്? ലെങ്ത്ത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ, ബ്രെഡ്ത്തിൻ്റെ യൂണിറ്റും മീറ്റർ. മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. കണ്ട ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിരുന്നു.
അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഈ ഏരിയ. മീറ്റർ ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റാണ്. അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു യൂണിറ്റാണ് എന്ത്, ഏരിയയുടെ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ സ്ക്വയർ. അപ്പോൾ വോളി ആണെങ്കിലും അങ്ങനെ തന്നെ. വോളി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ബ്രെഡ്ത്ത് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും എന്ത് തന്നെയാണ്, ലെങ്ത് ആണ് പറയുന്നത്. മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ ക്യൂബ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. പിന്നെ നമ്മൾ നോക്കി വയ്ക്കാനുള്ളത് കൺവേർഷൻസ് ഒന്ന് നോക്കി വയ്ക്കുക. അതായത് 10 മില്ലിമീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ, 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പോകുമ്പോഴോ 1/1000 കിലോമീറ്റർ ആണ് 1 മീറ്റർ, 1/100 മീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ, 1/10 സെൻറ്റിമീറ്റർ ആണ് 1 മില്ലിമീറ്റർ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഓർത്ത് വയ്ക്കാം. പിന്നെ ഗ്രാം, കിലോഗ്രാം, 1000 ഗ്രാം 1 കിലോഗ്രാം, 1000 ഗ്രാം 1 കിലോഗ്രാം. പിന്നെ നമ്മൾ മില്ലി ലിറ്ററും ലിറ്ററും പറയാറുണ്ട്. 1000 മില്ലി ലിറ്റർ 1 ലിറ്റർ. പിന്നെ ടൈം ആണെങ്കിലോ 60 സെക്കൻഡാണ് 1 മിനിറ്റ്, 60 മിനിറ്റ് ആണ് 1 അവർ. അല്ലെങ്കിൽ എന്താ പറയാം, 60 × 60 സെക്കൻഡാണ് 1 അവർ. അപ്പോൾ ഇതൊക്കെയാണ് കൺവേർഷൻസ് വരുന്നത്. അപ്പോൾ വളരെ റെയറായിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. നമ്മൾ സിമ്പിളായിട്ട് എന്താണ്, ഓരോ യൂണിറ്റ്സുകളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പഠിച്ചു വയ്ക്കുക. എങ്ങനെ ഡിനോട്ട് ചെയ്യണോ അതൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ 2-3 ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്തെ പരമാണു, അക്ബറിൻ്റെ കാലത്തെ ഗാസ്, അങ്ങനെയുള്ള യൂണിറ്റുകളും കൂടെ ഓർത്ത് വയ്ക്കുക. പിന്നെ കയ്യ്, കാൽപാദം, വിരലുകൾ, ഇതൊക്കെ എന്താണ് നമ്മൾ അളക്കാനായിട്ടൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും വരില്ല. ചിലപ്പോൾ അളവ് സിസ്റ്റത്തെക്കുറിച്ച്, പണ്ടത്തെ കാലത്തെ പുരാതന അളവ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഒരു നോട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ എഴുതാവുന്നതാണ്. പക്ഷെ അങ്ങനത്തെ ഒന്നും വരാൻ സാധ്യത കുറവാണ്. ഇങ്ങനത്തെ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. നന്നായിട്ട് വായിച്ചു നോക്കുക. അതിൽ കുറേ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും കണ്ടൻ്റായിട്ട് നമുക്ക് പഠിച്ചാൽ മതി. നന്നായിട്ട് പഠിക്കുക. നല്ല എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. ഒന്ന് ഓർത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.